എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ ഉണങ്ങിയ അടയ്ക്ക എങ്ങനെ എളുപ്പത്തിൽ പൊളിച്ച് എടുക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ അടയ്ക്ക നന്നായി ഉണക്കിയതിന് ശേഷം അപ്പോൾ ഇതൊരു ബക്കറ്റിൻ്റെ മുകളിലൊരു ടയർ വെച്ചിട്ട് ടയറിൻ്റെ അടിയിൽ അപ്പോൾ ആ ടയറിലിങ്ങനെ ഇട്ടിട്ട് അപ്പോൾ നമുക്ക് ആ ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അവിടെ ഒരു കുറുകെ ഒരു പലക വെച്ചിട്ട് സ്ക്രൂ ഡ്രൈവറിൻ്റെ അറ്റം കൊണ്ട് അത് പരന്ന സ്ക്രൂ ഡ്രൈവർ, സ്റ്റാർ അല്ല കേട്ടോ, പരന്ന സ്ക്രൂ ഡ്രൈവർ. അപ്പോൾ അതിൻ്റെ അറ്റം വെച്ചിട്ട് ഈ അടയ്ക്കതിൻ്റെ മൂക്ക് ഭാഗത്ത് ഒന്ന് കുത്തി കഴിഞ്ഞാൽ എളുപ്പത്തിൽ പൊളിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഒന്നിങ്ങോട്ട് പൊളിച്ചാൽ പെട്ടെന്ന് തന്നെ കിട്ടും, നമുക്ക് സൗകര്യപൂർവ്വം ഇരിക്കാൻ പറ്റും. ശരിക്കും ഈ അടയ്ക്ക പൊളിച്ചാൽ അതൊന്ന് തരംതിരിക്കണം കേട്ടോ, 3 തരമൊക്കെ ആക്കണം നല്ലത്. അതിൻ്റെ മോശം, അതിൻ്റെ മോശം ഒന്നിച്ച് കൊടുത്താൽ വില കുറയും. അപ്പോൾ അങ്ങനെ തരംതിരിച്ച് കൊടുത്താൽ നല്ല വിലയും കിട്ടും. അപ്പോൾ ഇങ്ങനെ ഞാനിപ്പോൾ രാത്രിയാണ് ചെയ്യുന്നത്, കാരണം പകലോരോ വർഷങ്ങളായതുകൊണ്ട് രാത്രിയാകുമ്പോൾ ചൂടും കുറവല്ലേ, അപ്പോൾ പുറത്തിരുന്നിട്ട് ഇങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉണങ്ങിയതാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ, അങ്ങനെ കത്തിയാകുമ്പോൾ കത്തിയേക്കാൾ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയത്. കത്തിയാകുമ്പോൾ ചിലപ്പോൾ പാളി കയ്യിനൊക്കെ എടുത്ത് കയ്യിനൊന്നും പറ്റില്ല, കാരണം നമ്മുടെ ഫോഴ്സൊക്കെ ഈ ടയറായതുകൊണ്ട് നമുക്കൊരു പലക അതിൻ്റെ മുകളിൽ വയ്ക്കുമ്പോൾ ആ ഫോഴ്സ് അവിടേക്ക് പോവുള്ളൂ. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യാൻ കണ്ട പൊളിച്ചെടുത്ത അടയ്ക്ക കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ പൊളിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് തരംതിരിച്ച് ഇങ്ങനെ കൊടുക്കുക. നിങ്ങൾ അടയ്ക്ക പൊളിക്കുമ്പോൾ ഈ ഒരു മാർഗ്ഗം ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമ്മളെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. പുതിയ ആയിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്ന് അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. കാരണം ഞാനിപ്പോൾ ഇന്ന് ശരിക്കും ഒരു 2.5 കിലോ, ഏകദേശം വെയിറ്റുള്ള 2.5 കിലോ കൊണ്ട് ഉണ്ടാവും.